പൂഞ്ഞാറിലെ പി സി ജോർജ് എന്തായാലും പൊട്ടുമെന്ന് ഉറപ്പായി. അത്യാവശ്യം നല്ല വിജയ സാധ്യത പൂഞ്ഞാറിലെ പി സി ജോർജിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നാക്ക് വെറുതെ ഇരിക്കില്ലല്ലോ. അതും കൊണ്ട് അദ്ദേഹം എന്തായാലും ഇനിയിപ്പോ പൊട്ടും. പാലയിൽ ഷോൺ ജോർജ് ഇനിയിപ്പോ പൊട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. പി സി ജോർജ് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് 2ാം സ്ഥാനത്ത് എത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് അതേ പൂഞ്ഞാറിൽ തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ അവിടുത്തെ BJP വോട്ടും കൂടി കിട്ടുകയാണെങ്കിൽ എന്തായാലും ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു കണക്കുകൂട്ടലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പാലയിൽ ഷോൺ ജോർജും ജയിക്കുമെന്നാണ് ഉറപ്പുണ്ടായിരുന്നത്. കാരണം പണ്ട് പൂഞ്ഞാറിലുള്ള പല മണ്ഡലങ്ങളും ഇപ്പൊ പാലാ മണ്ഡലത്തിലേക്ക് മാറി. അതിന് ക്രൈസ്തവ വോട്ടൊക്കെ എന്തായാലും ഷോൺ ജോർജിനും കിട്ടും എന്നൊരു കണക്കുകൂട്ടലിലാണ് മകനെ പിടിച്ച് പാലയിൽ നിർത്തിയത്. പാലയിലെ മെത്രമാരായിട്ടും ബിസിനസ്സുകാരായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം തന്നെ ഷോൺ ജോർജിനും ഉണ്ടായിരുന്നു. അവർക്ക് കേന്ദ്രത്തിൽ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഷോൺ ജോർജ് മുഖാന്തരമായിരിക്കും ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീന്റെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഷോൺ ജോർജ് ആണ് അതിന് മുൻകൈ എടുത്തിട്ട് ഇവിടുത്തെ ആൾക്കാരെ സമരത്തിനൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. ക്രൈസ്തവ സഭയിൽ പരോക്ഷമായിട്ടാണ് ജോർജ് മത്സരിക്കുന്നത് എന്നും ജോസ് കെ മാണിന്റെ വോട്ടുകളെല്ലാം ജോർജിൽ കിട്ടുമെന്നുള്ള ന്യൂസ് ഒക്കെ നേരത്തെ വന്നിട്ടും ഉണ്ടായിരുന്നു. മുത്തരി പോലത്തെ സ്ഥലത്തൊക്കെ BJPന്റെ ശക്തി കേന്ദ്രമാണ്. അതൊക്കെ പാലാ മണ്ഡലത്തിന്റെ കീഴിലാണ് വരുന്നത്. ആ വോട്ടടക്കം ഷോൺ ജോർജിന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിക്കാർക്ക് പി സി ജോർജിനോട് ദേഷ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് മലയോര ക്രൈസ്തവരുടെ വോട്ട് എന്തായാലും പി സി ജോർജിന് കിട്ടണം കൊണ്ടും എന്തായാലും ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. പി സി ജോർജും ഷോൺ ജോർജും BJPയിൽ ചേർന്ന് തന്നെ അവരുടെ രാഷ്ട്രീയ ഭാവി കണക്കിലെടുത്തത് തന്നെയാണ്. പി സി ജോർജ് ശരിക്കും പറഞ്ഞാൽ മത്സരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ BJPയിൽ ചേർന്നതിന് നഷ്ടമൊന്നും ആയിട്ടില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ട് ഷോൺ ജോർജിന് തെരഞ്ഞെടുക്കുകയും ചെയ്തു. നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ വിജയം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പി സി ജോർജിന്റെ നാക്ക് ആളെ തന്നെ പ്രശ്നമാക്കി വിട്ടത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ചില ക്രൈസ്തവ മെത്രാന്മാര് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഊളത്തരമാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. BJPയുടെ ഔദാര്യത്തിലാണ് ക്രൈസ്തവർ ഇപ്പോൾ ഇന്ത്യയിൽ വാഴുന്നത് എന്നൊക്കെയുള്ള ഊളത്തരങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു. കോൺഗ്രസ് എങ്ങനെ പിന്നെ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത്? അപ്പൊ പിതാക്കന്മാരെല്ലാം കൂടെ കോൺഗ്രസിന് കൊടുത്ത് കൂടുതൽ കിട്ടിയോ വോട്ട്? അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്. എന്ത് ഊളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP പറഞ്ഞ ഒരു ഹാലിളകുന്നു. എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ. ഇത് കേട്ട ഒരു സാധാരണക്കാരൻ തന്നെ ദേഷ്യം വരും. അപ്പോൾ സഭയിൽ കുറച്ച് ഉയർന്ന പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ദേഷ്യം വരാണ്ടിരിക്കും? പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാതർന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. ഈ കാര്യം പറഞ്ഞ പി സി ജോർജിനെ ഷോൺ ജോർജ് എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാടുണ്ടാവും. ആ നിലപാടല്ല എനിക്കുള്ളത്. അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഷോൺ ജോർജ് എന്തായാലും തടി തപ്പിയിട്ടുണ്ട്. പക്ഷെ പി സി ജോർജിന്റെ മകനായതുകൊണ്ട് തന്നെ ഷോൺ ജോർജ് വിജയിക്കാൻ സാധ്യതയില്ല. ഇത് പടി വരെ എത്തിയിട്ട് പഠിക്കൽ കൊണ്ടുപോയിട്ട് കല ഉടച്ച പോലെയായി.